പാനൂരിൽ പാളിയോ എന്ന വിഷയത്തിൽ പാളിയിട്ടുണ്ട്. പാളി എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നേരത്തെ എം വി നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ മറ്റൊരു ഘട്ടത്തിലാണെങ്കിൽ ഇത് ചർച്ച ചെയ്യുമെന്നുള്ള സംശയമുണ്ട്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെയാണ്. CPM ആയതുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നുള്ളതല്ല, CPM ഇപ്പോൾ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടും CPM അതിനെ ഇപ്പോൾ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആളുകൾ, പിടിയിലായപ്പെട്ട ആളുകൾ മുഴുവൻ തന്നെയും ഒന്നുകിൽ CPMമായി അനുഭാവികളാണ്, ഭാരവാഹിത്വം വഹിക്കുന്നവരാണ്. അപ്പോൾ ആ രൂപത്തിലായതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങൾ മാറി മാറി വരുന്നത്. അത് പ്രതിരോധം പാടുന്നു എന്നുള്ള രൂപത്തിലേക്ക് വിലയിരുത്തേണ്ടി വരുന്നത്. MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത് സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്നവർക്ക് പറയാം. പിടിയിലായവർ മുൻപ് സഖാക്കളെ മർദ്ദിച്ചവരാണെന്നും ഇവരെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് എന്നുമാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിത്വം വഹിക്കുന്നവരുണ്ട് ഇതിലെന്നുള്ള കാര്യം ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നു. അതിനുശേഷം MV ഗോവിന്ദൻ ഇന്ന് പ്രതികരിച്ചത് ഇതിൽ പ്രതി ചേർക്കപ്പെട്ട ഈ പറഞ്ഞ ഡിവൈഎഫ്ഐ ആയിട്ടുള്ള കക്ഷി അമലിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്, ഈ അവിടെ ബോംബ് സ്ഫോടനം നടക്കുമ്പോൾ അവിടെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി പെട്ടെന്ന് വന്നതാണ്. സന്നദ്ധ പ്രവർത്തനത്തിന് അനുവദിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഈ പ്രയോഗങ്ങളൊക്കെ പിന്നീട് തിരിച്ച് അവർക്കെതിരെ തന്നെയുള്ള അത് സ്വയം ട്രോളുക എന്നൊക്കെ പറയില്ല, ആ രീതിയിൽ ആ വാക്ക് എടുത്തിനി ഉള്ള വിമർശനങ്ങളാണ് വരുന്നത്. നേരത്തെ നവകേരള യാത്രയിൽ നടന്ന രക്ഷാപ്രവർത്തനം എന്നുള്ള പ്രയോഗം ഏത് രൂപത്തിൽ തിരിച്ചടിച്ചു, അതുപോലെ തന്നെ ഈ സന്നദ്ധ പ്രവർത്തനം എന്ന പ്രയോഗം വരുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടവർക്ക് പാർട്ടിയുമായി ബന്ധമുണ്ടായി തള്ളിക്കളയും. അപ്പോൾ സനോജ് ആ രൂപത്തിലാണ് പ്രതികരിച്ചത്, ബന്ധമുണ്ട് എന്നറിയുകയാണെങ്കിൽ തള്ളിക്കളയും. പക്ഷെ അങ്ങനെയല്ല MV ഗോവിന്ദൻ പ്രതികരിച്ചു. അപ്പോൾ വ്യത്യസ്ത പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ നേതാക്കളിൽ നിന്ന് വരുന്നത് ഈ ഘട്ടത്തിലായതുകൊണ്ട്, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലായതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ വിമർശിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് പാനൂരിൽ പ്രതിരോധം പാളി എന്ന അഭിപ്രായം എനിക്കുള്ളത്. Meet the editors.